ഹായ് പ്രേക്ഷകരെ, മാലാകക്കൂട്ടം.com ഗുഡ്നസ് ടിവിയുടെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും കൊച്ചു കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഈ സ്വർഗത്തിലേക്ക് പെർഫോം ചെയ്യാൻ, മാലാഖയെ പോലെ കളിക്കാനും ചിരിക്കാനും എത്തിയിരിക്കുന്നത് ചാലക്കുടി സെൻറ് മേരീസ് ഫൊറോന ചർച്ചിലെ കൊച്ചു കൂട്ടുകാരാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ സ്വർഗത്തിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, മാലാഖമാര് സ്വർഗത്തിൽ എന്തൊക്കെയാ ചെയ്യുക? സ്വർഗത്തിൽ അവരെന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഒന്ന് പറഞ്ഞേ, നിങ്ങൾ എന്തൊക്കെ ചെയ്യും? മാലാഖമാർ ചിരിക്കും. ആ, ശരിയാണ്, മാലാഖമാർ ചിരിക്കും. പിന്നെന്ത് ചെയ്യും? മാലാഖമാർ കളിക്കും. പിന്നെന്ത് ചെയ്യും? മാലാഖമാർ പ്രാർത്ഥിക്കും. നമ്മൾ ഈ സ്വർഗത്തില് ഇതേപോലെ കളിക്കണം, ചിരിക്കണം, പ്രാർത്ഥിക്കണം. ആർ യു റെഡി? ഈ സ്വർഗത്തിൽ നിങ്ങളുടെ പെർഫോമൻസ് നോക്കി ഒരു ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡായിട്ട് ഒരു കുട്ടീനെ തിരഞ്ഞെടുക്കും. എന്നിട്ട് അവരെ ഈ സ്റ്റേജിൽ കയറ്റി നിർത്തി ആദരിക്കും, ഒരു മെമ്മൻ്റെയൊക്കെ തരും. അപ്പം നന്നായിട്ട് പെർഫോം ചെയ്യണം കേട്ടോ. മാലാഖയെ പോലെ സ്വർഗത്തിൽ ശരിക്കും നിങ്ങൾ ആനന്ദിച്ച് പാടണം, പ്രാർത്ഥിക്കണം, കളിക്കണം, ഇതൊക്കെ വേണം കേട്ടോ. അങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട്, നിങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു കുട്ടീനെയാണ് ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡായിട്ട് തിരഞ്ഞെടുക്കുക. ആർ യു റെഡി? അപ്പം നമുക്കും മാലാഖമാരുടെ സ്വർഗത്തിൻ്റെ ഒരു വൈബ് ഇവിടെ സെറ്റ് ആവണം. ആർ യു റെഡി? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാലാഖക്കൂട്ടം.com പ്രോഗ്രാമിൻ്റെ ആദ്യ സെഗ്മെന്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഈശോയ്ക്ക് സ്തുതി പാടാം. എന്താണ്? ഈശോയ്ക്ക് സ്തുതി പാടാം. നമുക്ക് തന്ന കഴിവ്, ശക്തി, പാടാനുള്ള കഴിവ്, ഡാൻസ് ചെയ്യാനുള്ള കഴിവ്, അല്ലേ, നല്ല എനർജി ലെവൽ, ഇതൊക്കെ ഇല്ലാത്ത കുട്ടികൾ ലോകത്തുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഈ സ്വർഗത്തിൽ നമ്മുടെ എനർജി, നമുക്ക് തന്ന കഴിവ്, ഇത് ഈശോയ്ക്ക് കൊടുക്കണം, വേണ്ടേ? അപ്പോൾ ഈശോയ്ക്ക് സ്തുതി പാടാവുന്ന സെഗ്മെന്റിൽ ചേട്ടായി നിങ്ങളൊരു പാട്ട് പഠിപ്പിക്കാൻ പോവാണ്. ആർ യു റെഡി? എന്നെ എനിക്ക് ഇഷ്ടമാണ്. പഠിക്കേ. എന്നെ എനിക്ക് ഇഷ്ടമാണ്. എന്നോടെനിക്ക് മതിപ്പാണ്. എന്നോടെനിക്ക് മതിപ്പാണ്. ഈ മുഖം, ഈ നിറം, വണ്ണവും പൊക്കവും, ഈ മുഖം, ഈ നിറം, വണ്ണവും പൊക്കവും, പേരും രൂപവും ഇഷ്ടമാണ്. പേരും രൂപവും ഇഷ്ടമാണ്. ഇതേകിയ ദൈവത്തോട്, ഇതേകിയ ദൈവത്തോട് സ്നേഹമാണ്, നന്ദിയാണ്. സ്നേഹമാണ്, നന്ദിയാണ്. നാനേ 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 നാനേ. കം ഓൺ. നാനേ ലാലേ 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 ലാലേ. അപ്പൊ അടുത്ത വരിയില് ഈ മണ്ണും, ഈ മണ്ണും പഠിക്കേ. ഈ മണ്ണും, ഈ വിൺ മഴയും, ഈ മഴയും പഠിക്കേ. ഈ മഴയും, ഈ കാറ്റും, ഈ കാറ്റും, അച്ഛനും അമ്മയും സോദരർ സ്നേഹിതർ. പാടാം. അച്ഛനും അമ്മയും സോദരർ സ്നേഹിതർ. വീടും നാടും ഇഷ്ടമാണ്. വീടും നാടും ഇഷ്ടമാണ്. ഒന്നിച്ചു പാടിക്കേ. ഇതേകിയ ദൈവത്തോട് ഒന്നിച്ചു പാടിക്കേ. ഇതേകിയ ദൈവത്തോട് സ്നേഹമാണ്. ഗുഡ്. നന്ദി. നാനേ നാനേ നാനേ. കൊള്ളാം. ഗുഡ്. കൈയൊന്നൊന്നിച്ചു പാടിക്കേ. നാനേ നാനേ മാത്രം പാടിക്കേ. കൈയടിച്ചു പാടിക്കേ. നാനേ. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. നമ്മൾ ഈ പാട്ടിനെ ചെറിയൊരു സ്റ്റെപ്പൊക്കെ വെച്ച് മാലാഖമാരെ പോലെ കളിച്ചാലോ? റെഡിയാണോ? അപ്പൊ ചേട്ടാ ഇതിന്റെ സ്റ്റെപ്പ് പറഞ്ഞു തരാൻ പോവാണ്. നോക്കി. എന്നെ എനിക്ക് ഇഷ്ടമാണ്. പ്രാക്ടീസ് ചെയ്തേ. എന്നോടെനിക്ക് മതിപ്പാണ്. ചെയ്തേ. ഈ മുഖം, ഈ നിറം, വണ്ണവും
പൊക്കവും പേരും രൂപവും ഇഷ്ടമാണ്. നീ ഒന്നിച്ച് ചെയ്തേ, ഈ മുഖം, ഈ നിറം, വണ്ണവും പൊക്കവും. ഈ മുഖം, ഈ നിറം, വണ്ണവും പൊക്കവും പേരും രൂപവും ഇഷ്ടമാണ്. ഇതേകിയ ദൈവത്തോട് സ്നേഹമാണ്, നന്ദിയാണ്. ഇതേകിയ ദൈവത്തോട് സ്നേഹമാണ്. നാനേ 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 നാനാ. ഓക്കെ, നാനേ നാനേ നാനേ. അടുത്ത വരി. ഈ മണ്ണും ഈ വിണ്ണും ചെയ്തേ. ഈ മഴയും ഈ കാറ്റും ഈ ഇങ്ങോട്ട് നോക്കിയേ. അച്ഛനും അമ്മയും സോദരർ സ്നേഹിതർ ചെയ്തേ. അച്ഛനും വീടും നാടും ഇഷ്ടമാണ്. ഇതേകിയ ദൈവത്തോട് സ്നേഹമാണ്, നന്ദിയാണ്. ഇതേകിയ ദൈവത്തോട് സ്നേഹമാണ്. പഠിച്ചോ? പഠിച്ചോ? എന്നാ ഡാൻസ് ചെയ്യാം. എന്നാ ചാടി എഴുന്നേറ്റ് എനർജിയിൽ. ഓക്കെ, ഗുഡ്. നമുക്ക് ഹൃദയത്തിൽ ക്ലാപ്പൊക്കെ ചെയ്ത് മാലാഖയെ പോലെ അടിച്ചു പൊളിക്കാം. സ്വർഗത്തിന്റെ ഒരു വൈബ് വേണ്ടേ? യെസ്. എനർജിയിൽ come on, action. എന്നെ എനിക്ക് ഇഷ്ടമാണ്, എന്നോടെനിക്ക് മതിപ്പാണ്. എന്നെ എനിക്ക് വെരി ഗുഡ്. എന്നോടെനിക്ക് മതിപ്പാണ്. ഈ മുഖം, ഈ നിറം, വണ്ണവും പൊക്കവും പേരും രൂപവും ഇഷ്ടമാണ്. ചെയ്തേ. ഈ മുഖം, രൂപവും ഇഷ്ടമാണ്. ഇതേകിയ ദൈവത്തോട് സ്നേഹമാണ്, നന്ദിയാണ്. കമോൺ. ഇതേകിയ ദൈവത്തോട് സ്നേഹമാണ്, നന്ദി. നാനേ 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 നാനാ. അന്ന് നന്നായിട്ട് ചാടിക്കേ. നാനേ 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 നാനേ. കൈയടിക്കാം. സൂപ്പർ. ആക്ഷൻ. ഈ മണ്ണും ഈ മണ്ണും ഈ വിണ്ണും ഈ വിണ്ണും ഈ മഴയും ഈ മഴയും ഈ കാറ്റും ഈ കാറ്റും. അച്ഛനും അമ്മയും, അച്ഛനും അമ്മയും സോദരർ സ്നേഹിതർ വീടും നാടും ഇഷ്ടം. ഒന്നുകൂടെ ചെയ്തേ. അച്ഛനും അമ്മയും സോദരർ സ്നേഹിതർ വീടും നാടും ഇഷ്ടമാണ്. ഇതേകിയ ദൈവത്തോട് സ്നേഹമാണ്, നന്ദിയാണ്. കമോൺ. ഇതേകി ദൈവത്തോട് സ്നേഹമാണ്. എനർജിയിൽ നാനേ 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 നാനേ. കമോൺ എവരിബഡി. നാനേ നാനാ നാനേ 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 നാനേ. സൂപ്പർ. നല്ലൊരു കൈയടി. കൈയടിച്ചെല്ലാവരും ഇരിക്കൂ. നിങ്ങൾ നന്നായിട്ട് ചെയ്തു കേട്ടോ. മാലാഖമാരെ പോലെ സൂപ്പറായിട്ട് ചെയ്തു. പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ അടുത്തൊരു സെഗ്മെൻറ്റിലേക്ക് കടക്കാൻ പോവാണ്. ഇനി നമുക്കായിട്ട് ഈ സ്വർഗം ഒരുക്കിയിരിക്കുന്ന സെഗ്മെൻ്റാണ് വചനം ഭക്ഷിക്കാം. എന്താണ് സെഗ്മെന്റ്? വചനം ഭക്ഷിക്കാം. കൂട്ടുകാരെ, നമ്മൾ ശരീരത്തിനൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിന് കൊടുക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാമോ? വചനം. വചനം. വചനം വായിക്കാറുണ്ടോ നിങ്ങള്? ഉണ്ടോ? പിന്നെ എന്തൊക്കെയാണ് ആത്മാവിന് കൊടുക്കാനുള്ള ഫുഡ്? വിശുദ്ധ കുർബാന. ഗുഡ് ഗുഡ്. ഒരു കൈയടിച്ചേ. വിശുദ്ധ കുർബാന അല്ലേ? പിന്നെയോ? പ്രാർത്ഥന. പ്രാർത്ഥന. ഗുഡ് ആൻസർ, ഗുഡ് ആൻസർ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, കുർബാന കൂദാശകൾ പങ്കെടുക്കും, വചനം ഭക്ഷിക്കും. അതേപോലെ ഈ സ്വർഗത്തിൽ മാലാഖമാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന, ഈ കൊച്ചു കൂട്ടുകാർക്ക് ഒരുക്കിയിരിക്കുന്ന വിരുന്നാണ് വചനം ഭക്ഷിക്കാം സെഗ്മെൻറ്റ്. അപ്പോൾ ഈ വചനം ഭക്ഷിക്കാം സെഗ്മെൻറ്റിൽ ചേട്ടൻ്റെ ഒരു ക്ലാപ്പ് നിങ്ങളെ പഠിപ്പിക്കാം. ലവ് ബോംബ് ക്ലാപ്പ് എന്നാണ് പറയുക. എന്താണ് ക്ലാപ്പ്? ലവ് ബോംബ് ക്ലാപ്പ്. ഉറക്കെ പറ, എന്ത് ക്ലാപ്പാണ്? ലവ് ബോംബ് ക്ലാപ്പ്. അപ്പോൾ നമുക്ക് വചനം പറയാൻ വരുന്ന സിജോ പീറ്റർ ചേട്ടായിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ഈ ക്ലാപ്പ് പറഞ്ഞുകൊണ്ടാണ്. ചേട്ടായി പറഞ്ഞു തരാം. നോക്കിയേ, നിങ്ങൾ ലവ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഹാർട്ട് ലെവൽ വെച്ച് എടുക്കണേ, ഒരു ശബ്ദം എടുത്തേ, ടോ ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ബിഗ് ക്ലാപ്പ് ചെയ്യണം. ഇതാണ് ലവ് ബോംബ് ക്ലാപ്പ്. റെഡി? ഒന്ന് പ്രാക്ടീസ് ചെയ്തേ. റെഡി? ടോ. അപ്പോൾ വചനം ഭക്ഷിക്കാൻ സെഗ്മെന്റിൽ സിജോ പീറ്റർ ചേട്ടായിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. Yes. ആർ യു റെഡി? Yes. ലവ് ബോംബ് ക്ലാപ്പ് ഗോ. ടോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആർ യു ഹാപ്പി? Yes. ഈശോയെ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണോ? ഈശോയുടെ വചനം നിങ്ങൾക്ക് ഇഷ്ടമാണോ? എങ്കിൽ നമുക്കൊരു വചനം ഭക്ഷിച്ചാലോ? റെഡിയാണോ? Yes. ഓക്കെ. എങ്കിൽ ഇന്ന് നമ്മൾ ഭക്ഷിക്കുന്ന വചനം റോമാക്കാർക്കെതി ലേഖനം 12-ാം അധ്യായം 9-ാം തിരുവചനം. റോമ 12:9. വചനം എങ്ങനെയാണ് പറയുക? നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ, തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. ഈ വചനം ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റു പറയോ? നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ, തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. ഓക്കെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ വചനം പങ്കുവയ്ക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇത് കഴിയുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കും, നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറയണം. റെഡിയാണോ? ഓക്കെ. ഒരിക്കൽ ഒരു ക്രിസ്മസ് ആഘോഷം നടക്കുകയാണ്. അപ്പോൾ ഈ ആഘോഷം നടക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി പടക്കം പൊട്ടിച്ച് ഈ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളും വീട്ടിൽ പടക്കം പൊട്ടിക്കാറുണ്ടോ? ക്രിസ്മസിന് ഉണ്ടോ? പൊട്ടിക്കാറുണ്ടോ? ഓക്കെ. അപ്പോൾ ഈ കൊച്ചുകുട്ടി പടക്കം പൊട്ടിക്കുക. ഇവന് ഭയങ്കര ഇഷ്ടമാണ് പടക്കം പൊട്ടിക്കാൻ. അപ്പോൾ ഒരു തിരി കയ്യിൽ കത്തിച്ച് പിടിച്ചിട്ട് പടക്കങ്ങൾ ഓരോന്ന് കുഞ്ഞു കുഞ്ഞു പടക്കങ്ങൾ എടുത്ത് ഇങ്ങനെ പൊട്ടിച്ച് സന്തോഷിക്കുക. അപ്പോൾ ഈ കുട്ടിക്ക് ആവേശം കൂടി, ഭയങ്കര ആവേശം കൂടി. കമ്പിത്തിരി മത്താപ്പും എല്ലാം ഉണ്ട്. അങ്ങനെ ആവേശം കൂടി അങ്ങനെ പടക്കം അങ്ങനെ സ്പീഡിൽ പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ കുഞ്ഞിപ്പടക്കങ്ങളൊക്കെ തീർന്നു. അതിനുശേഷം ഒരു വലിയ പടക്കം കയ്യിലെടുത്ത് ഈ തിരിയേൽ കത്തിച്ച് എറിയുമ്പോൾ ഇവനൊരു ഉള്ളിലൊരു ഭയം. പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്നറിയാമോ? പടക്കം എറിയേണ്ടതിന് പകരം കത്തിച്ച തിരി വലിച്ചെറിഞ്ഞു. പടക്കം കയ്യിൽ ചേർത്ത് പിടിച്ചു. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ പടക്കം കയ്യിലിരുന്ന് പൊട്ടി, ഫും. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കയ്യിലൊക്കെ ഭയങ്കരമായിട്ടുള്ള അപകടം സംഭവിച്ചു. നോക്കിക്കേൻ, വലിച്ചെറിയേണ്ട പടക്കം എന്ത് ചെയ്തു? ചേർത്ത് പിടിച്ചു. എന്നാൽ ചേർത്ത് പിടിക്കേണ്ട തിരിയോ വലിച്ചെറിഞ്ഞു. വചനത്തിൽ എന്താ പറയണേ കൂട്ടുകാരെ? തിന്മയെ ദ്വേഷിക്കുവിൻ എന്ന് പറഞ്ഞാൽ തിന്മയെ നമ്മൾ എന്തറിയണം? വലിച്ചെറിയണം. നന്മയെ എങ്ങനെയാണ്? ചേർത്ത് പിടിക്കണം. ഇവിടെ എന്തായി കുട്ടിക്ക് സംഭവിച്ചത്? വലിച്ചെറിയേണ്ട പടക്കം ചേർത്ത് പിടിച്ചു, ചേർത്ത് പിടിക്കേണ്ട തിരി വലിച്ചെറിഞ്ഞു. അപ്പോൾ ഇങ്ങനെ അനേകം കൂട്ടുകാർ തിന്മയെ വലിച്ചെറിയാതെ, തിന്മയെ ദ്വേഷിക്കാതെ ചേർത്ത് പിടിക്കുന്നതുകൊണ്ട് അവർക്ക് എന്താ സംഭവിക്കുക? അവരുടെ ജീവിതത്തിൽ വലിയ അപകടം സംഭവിക്കും. അപ്പോൾ വചനം നമ്മോട് പറയുകയാണ്, നന്മയെ നമ്മൾ എന്ത് ചെയ്യണം? ചേർത്ത് പിടിക്കണം. നന്മയെ ഒത്തിരി സ്നേഹിക്കണം. നന്മയെ നമ്മൾ ചേർത്ത് പിടിക്കണം. അപ്പം നിങ്ങൾ നന്മയെ ചേർത്ത് പിടിക്കുന്നവരല്ലേ? നന്മയെ നിങ്ങൾ ചേർത്ത് പിടിക്കാറുണ്ടോ? തിന്മയെ നിങ്ങൾ ദ്വേഷിക്കാറുണ്ടോ? വെരി ഗുഡ്. നിങ്ങൾ നല്ല കുട്ടികളാണ്. നിങ്ങൾ വളർന്നു വരുമ്പോഴൊക്കെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? നന്മയെ ചേർത്ത് പിടിച്ച് നിങ്ങൾ സ്നേഹിക്കണം. നിങ്ങൾ റെഡിയാണോ?
Yes. നമ്മുടെ സഭയിൽ അനേകം വിശുദ്ധര് നന്മയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവരാ. അതുകൊണ്ടാണ് അവരൊക്കെ വിശുദ്ധരായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈശോയോട് ചേർന്ന് നന്മയെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോയോട് ചേർന്ന് പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിക്കാൻ ഇഷ്ടമാണോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ ഒന്ന് കണ്ണുകൾ അടച്ച് കരങ്ങളൊന്ന് കൂപ്പി പിടിച്ചേൻ. നമുക്ക് നന്മയെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം. ചേട്ടായി ചൊല്ലിത്തരുന്ന ഒരു കൊച്ചു പ്രാർത്ഥന നിങ്ങൾ എല്ലാവരും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണേ. ഉറക്കെ പ്രാർത്ഥിക്കണം. നല്ലവനായ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നന്മയെ ചേർത്ത് പിടിക്കുവാൻ, തിന്മയെ ദ്വേഷിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. എനിക്ക് കൃപ നൽകണമേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈശോയെ സ്തുതി. ഓക്കെ, കണ്ണു തുറക്കാം. നിങ്ങൾ നല്ല കുട്ടികളാണ്, നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഈശോ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്മയെ ചേർത്ത് പിടിച്ച് നമുക്ക് വിശുദ്ധരായിട്ട് ജീവിക്കാം. ഓക്കെ, വീണ്ടും കാണുന്നവരെ ഈശോ നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ടാറ്റ, ബൈ ബൈ. കൂട്ടുകാരെ, വചനം ഭക്ഷിച്ചോ? സിജോ പീറ്റർ ചേട്ടായി ഏത് വചന നമ്മളോട് പറഞ്ഞിപ്പം? റോമ 12:9. വെരി ഗുഡ്. എന്താ പറഞ്ഞത് വചനത്തിൽ? നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ, തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. വെരി ഗുഡ്. ഒരു കൈ കൊടുത്തേ. കണ്ടോ കൂട്ടുകാരെ, ഈ വചനം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് സിജോ ചേട്ടായി ഒരു സംഭവം പറഞ്ഞില്ലേ? Yes. അത് എന്തായിരുന്നു? ആർക്ക് പറയാം? ഒരു കുട്ടി പടക്കം ചേർത്ത് പിടിച്ച് തിരി വലിച്ചെറിഞ്ഞു. അതന്നെ, ഒരു സംഭവം അല്ലേ? കോമഡി അല്ലേ? ശരിക്കും പറഞ്ഞാൽ പടക്കം വലിച്ചെറിയുന്നതിന് പകരം തിരി അങ്ങോട്ട് വലിച്ചെറിഞ്ഞു, പടക്കം കൈ പിടിച്ചു. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ ബാക്കി സ്ഥിതി. ചിലപ്പോൾ ചില അബദ്ധങ്ങൾ നമുക്കും പറ്റാറുണ്ട് പെരുന്നാൾ വരുമ്പോഴൊക്കെ, അല്ലേ? അപ്പോൾ പ്രിയ കൂട്ടുകാരെ, ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തിന്മയെ നമ്മൾ ദ്വേഷിക്കണം. ഇതാണ് മാലാഖമാര് ചെയ്തുകൊണ്ടിരിക്കുന്ന. വിശുദ്ധിയിൽ മാത്രം നിൽക്കുന്ന ആൾക്കാരാണ് ആര്? അപ്പൊ നമ്മള് കുഞ്ഞുങ്ങളായ മാലാഖ കുഞ്ഞുങ്ങള് തിന്മയെ ദ്വേഷിക്കണം, നന്മയെ മുറുകെ പിടിക്കണം. നിങ്ങൾ നന്മ ചെയ്യാറുണ്ടോ? കൊച്ചു കൊച്ചു നന്മകള്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി. പ്രിയ കൂട്ടുകാരെ, ഈ സ്വർഗത്തിലെ അടുത്തൊരു വിരുന്നാണ് വിശുദ്ധരെ പരിചയപ്പെടാം. എന്താണ് അടുത്ത സെഗ്മെന്റ്? വിശുദ്ധരെ പരിചയപ്പെടാം. അപ്പൊ ഇന്ന് വിശുദ്ധരെ കുറിച്ച് ഈ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരോട്, പ്രേക്ഷകരോട് പറയാനായിട്ട് ആരാണ് തയ്യാറായിട്ടുള്ളത്? ആരാ തയ്യാറായിട്ടുള്ളത്? വരൂ, മുന്നോട്ട് വന്നേ. ആരാണ്? യെസ്, ഗുഡ്. മോള് വാ, വെരി ഗുഡ്. കൂട്ടുകാരെ, അപ്പൊ ഇവരാണ് ഇന്ന് നമുക്ക് വിശുദ്ധരെ കുറിച്ച് പറഞ്ഞു തരാൻ പോകുന്നത്. വിശുദ്ധൻ്റെ അല്ലെങ്കിൽ വിശുദ്ധയുടെ ആ ജീവചരിത്രത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരും. അതിനോട് ചേർന്ന് ഒരു വിചിന്തന വചനവും പങ്കുവയ്ക്കും, അല്ലേ? ആരാണ് വിശുദ്ധയെ കുറിച്ച്, വിശുദ്ധനെ കുറിച്ച് പറയുന്നത്? മോൾ. അന്ന. മോളുടെ പേര്? അന്ന. അന്ന. അന്ന ഏത് വിശുദ്ധനെ കുറിച്ച് പറയുന്നത്? വിശുദ്ധ അഗസ്തിനോസ്. യെസ്, ഗുഡ്. നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. അപ്പൊ നമ്മള് മെമ്മറിയൊക്കെ ഷാർപ്പ് ചെയ്ത് വിശുദ്ധ അഗസ്തീനോസിനെ കുറിച്ച് കേൾക്കാൻ പോവാണ്. ഈശംശയ്ക്കും സ്തുതിയായിരിക്കട്ടെ. പാപത്തിന്റെ ചെളിക്കൊണ്ടിൽ ആഴ്ന്നുപോയ ഒരു മനുഷ്യാത്മാവിനെ ദൈവം എങ്ങനെ കൈപിടിച്ചു ഉയർത്തി എന്നതിൻ്റെ ഉദാഹരണമായ വിശുദ്ധ അഗസ്തിനോസിന്റെ ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. വടക്കേ ആഫ്രിക്കയിലെ തഗാസ്തെ എന്ന സ്ഥലത്ത് AD 354 നവംബർ 13 സർക്കാർ ഉദ്യോഗസ്ഥനും അക്രൈസ്തവനുമായ പെട്രീഷ്യസിൻ്റെയും തീക്ഷ്ണതയുള്ള ക്രിസ്തുമത വിശ്വാസിയായ മോനിക്കയുടെ മകനായി അഗസ്തിനോസ് ജനിച്ചു. മകനെ വിശ്വാസത്തിൽ വളർത്തുവാൻ ആ അമ്മ അതിയായി ആഗ്രഹിച്ചെങ്കിലും അതിന് സാധിച്ചില്ല. വിശുദ്ധ അഗസ്തിനോസ് തൻ്റെ ബാല്യകാലത്ത് അയൽവീട്ടിലെ പുരയിടത്തിൽ നിന്നും സബർജലി പഴങ്ങൾ മോഷ്ടിക്കുകയും ബാല്യകാലത്തെ കുസൃതിയായി അതിനെ വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വളർന്നു വന്നപ്പോൾ പാപം ചെയ്യാനുള്ള പ്രവണത കൊണ്ടാണെന്ന് അഗസ്തിനോസ് തിരിച്ചറിഞ്ഞു. ഇതുപോലെ ഒട്ടനേകം തെറ്റുകളിൽ അറിഞ്ഞുകൊണ്ട് ചാടാനാണ് വളർച്ചയുടെ കാലത്ത് അഗസ്തിനോസ് ശ്രമിച്ചത്. അത് മോനിക്കയെ വളരെയേറെ വേദനിപ്പിച്ചു. കൗമാരപ്രായം മുതൽ അഗസ്തിനോസിൻ്റെ ജീവിതം സുഖം തേടിയുള്ള ഒരു യാത്രയായിരുന്നു. കൂടുതൽ സുഖവും പ്രശസ്തിയും ആഗ്രഹിച്ച അഗസ്തിനോസ് സ്വദേശം വിട്ട് കാർത്തേജ് എന്ന നഗരത്തിലെത്തി. കാർത്തേജ് സർവകലാശാലയിൽ ചേർന്ന് വക്കീലാകാൻ തർക്കശാസ്ത്രം പഠിച്ചു. പണസമ്പാദനത്തിനുള്ള വ്യഗ്രതയിൽ കൂടുതൽ സമയം അധ്യാപനത്തിനും പ്രഭാഷണങ്ങൾക്കുമായി അഗസ്തിനോസ് ചെലവഴിച്ചു. പ്രസംഗ കലാലയം സ്ഥാപിക്കാനായി റോമിലേക്ക് യാത്ര തിരിച്ചു.
AD 358 മിലാനിൽ ഒരു അധ്യാപകനായി ചേർന്നു. അവിടെ വെച്ച് വിശുദ്ധ അംബ്രോസിനെ പരിചയപ്പെട്ടു. അവിടുത്തെ മെത്രാനായിരുന്ന വിശുദ്ധ അംബ്രോസിൻ്റെ സാന്നിധ്യവും സ്വാധീനവുമാണ് അഗസ്തിനോസിൻ്റെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാക്കിയത്. ആ നാളുകളെല്ലാം വിശുദ്ധ മോനിക്ക തൻ്റെ മകൻ്റെ മാനസാന്തരത്തിനു വേണ്ടി അതിയായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. ജീവിതത്തിൽ തക്കസമയത്ത് ഇടപെടുന്ന ദൈവം അഗസ്തിനോസിൻ്റെ ജീവിതത്തെയും സ്പർശിച്ചു. ഒരു ദിവസം മിലാനിലെ ഒരു തോട്ടത്തിലിരിക്കുകയായിരുന്ന അഗസ്തിനോസ് എടുത്തു വായിക്കുക എന്നൊരു സ്വരം കേട്ടു. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം എന്ന് തുടങ്ങുന്ന പൗലോസ്ലീഹ റോമക്കാർക്ക് എഴുതിയ 13-ാം അധ്യായം 13-14 വാക്യങ്ങളാണ് അഗസ്തിനോസിന് ലഭിച്ചത്. ഈ വചനം അഗസ്തിനോസിൻ്റെ മനസ്സാന്തരത്തിനായുള്ള വഴി തുറന്നു. പുതിയൊരു മനുഷ്യനായി മാറിയ അഗസ്തിനോസ് അംബ്രോസ് മെത്രാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചു. തൻ്റെ കണ്ണീരിനും പ്രാർത്ഥനകൾക്കും ഫലമുണ്ടായി എന്ന സംതൃപ്തിയോടെ അമ്മയായ മോനിക്ക മാസങ്ങൾക്ക് ശേഷം നിര്യാതയായി. അമ്മയുടെ മരണത്തിന് ശേഷം സന്യാസിയായി ജീവിക്കാൻ ആഗ്രഹിച്ച അഗസ്തിനോസ് ആഫ്രിക്കയിലേക്ക് യാത്ര തിരിച്ചു. AD 358 പൗരോഹിത്യം സ്വീകരിച്ചു. 5 വർഷങ്ങൾക്ക് ശേഷം ഹിപ്പോ രൂപതയിലെ മെത്രാനായി നിയമിതനായി. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിലെത്തിയ അഗസ്തിനോസ് വിശുദ്ധരിലെ വിജ്ഞാനിയായി തീർന്നു. ചെറുതും വലുതുമായ 18ഓളം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അവയിൽ ഏറ്റവും മികച്ച കൃതി അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ കുമ്പസാരം അഥവാ ഏറ്റുപറച്ചിൽ എന്ന കൃതിയാണ്. വിജ്ഞാനം പോലും വിശുദ്ധിയാൽ കഴുകി വെടിപ്പാക്കിയ വിശുദ്ധ അഗസ്തിനോസ് AD 430 ഓഗസ്റ്റ് 22 ദിവംഗതനായി. 1298 ബോണിഫസ് 8-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. കൂട്ടുകാരെ, അന്ന റോസ് വളരെ ഭംഗിയായി നമുക്ക് വിശുദ്ധ അഗസ്തീനോസിനെ കുറിച്ച് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഓക്കെ, എന്നിട്ട് നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ഇനി ഇതിനൊരു വിചിന്തന വചനം നമ്മളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് മോൻ്റെ പേരെന്താണ്? സെബസ്ത്യാനോസ് മേച്ചേരി. സെബസ്ത്യാനോസ് മേച്ചേരി. ഓക്കെ, നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ വിശുദ്ധ അഗസ്തിനോസിനെ പറ്റി കേട്ടല്ലോ. ഞാൻ നിങ്ങളോടൊരു വചനം പറയട്ടെ. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ മനുഷ്യരെ ദൂരെ എറിയുവിൻ. ഈ വചനത്തിൻ്റെ ശക്തിയാൽ നമുക്ക് വിശുദ്ധിയിൽ വളരാൻ പരിശ്രമിക്കാം. അപ്പോൾ രണ്ടുപേരും പോയിരുന്നു കേട്ടോ. വളരെ ഭംഗിയായിട്ട് വിശുദ്ധരെ കുറിച്ച് ഇവർ പറഞ്ഞു, അതുപോലെ അതിനൊരു വിചിന്തന വചനം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ ഒന്നുകൂടെ മാലാഖയെ പോലെ ഒന്ന് കളിച്ച് ചിരിച്ച് പെർഫോം ചെയ്യാൻ പോവാണ്. ആർ യു റെഡി? ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ പോൽ തുള്ളി ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. പഠിച്ചോ? ഇതിനൊരു ചെറിയ സ്റ്റെപ്പ് ഉണ്ട്, ശ്രദ്ധിച്ചോ. ചേട്ടൻ പറഞ്ഞുതരാൻ പോവാണ്. ഈശോയോടൊത്തു കളിക്കാലോ ചെയ്തേ. ഈശോയോടൊത്തു ചിരിക്കാലോ. നന്നായിട്ട് ചിരിക്കേ കൊടുക്കൂടാ. ഈശോയോടൊത്ത് ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ പോൽ തുള്ളി ചാടി രസിക്കാലോ, ഈശോയോടൊത്ത്. അടുത്തത്, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ, നന്മകൾ പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. പഠിച്ചോ? അന്നാ മാലാഖയെ പോലെ കളിച്ചാലോ, ഒന്ന് ആനന്ദിച്ചാലോ. ഒരു സ്വർഗത്തിന്റെ വൈബ് വേണ്ട നമുക്ക്? ചാടി എഴുന്നേറ്റേ എനർജിയില്. യെസ്. ആക്ഷൻ. ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ തുള്ളി ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി. ഒന്നുകൂടെ ചെയ്തേ. ഈശോയോടൊത്ത് കളിക്കാലോ, ഈശോയോടൊത്ത് ചിരിക്കാലോ, ഈശോയോടൊത്ത് തുള്ളി ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. നിങ്ങൾ നന്നായിട്ട് ചെയ്തല്ലോ, സൂപ്പറായി. ഒരു ക്ലാപ്പ് കൊടുത്തേ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിച്ച് ഇരിക്കും. പ്രിയ കൂട്ടുകാരെ, അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഒരു ഏഞ്ചൽ ആരാണെന്ന് നമുക്ക് അറിയേണ്ട സമയമാണ് അല്ലേ? ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ് ആരാണ്?
ആരായിരിക്കും? ആരായിരിക്കും? നിങ്ങളെല്ലാവരും നന്നായിട്ട് ചെയ്തു. നിങ്ങളൊക്കെ സൂപ്പറാണ്. നിങ്ങൾ മോശമായെന്നല്ല, നിങ്ങൾ നന്നായിട്ട് ചെയ്തെങ്കിലും ഈ കൂട്ടത്തിൽ ഒരാൾ കുറച്ചുകൂടി പ്ലസൻ്റായിട്ട് ആക്റ്റീവായിട്ടൊരു മാലാഖ ഉണ്ടായിരുന്നു. ഈ സേവർ ചേട്ടയോടൊക്കെ ഞാൻ ചോദിച്ചു, ഇതിൽ ആക്റ്റീവായിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇതിൽ ആക്റ്റീവായിട്ട് ആരായിരുന്നേന്ന് ഒരാളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ കൊച്ചിനെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവാണ്. നിങ്ങൾക്ക് വിഷമാവോ? ഇല്ല, സന്തോഷമാണല്ലോ. അപ്പോൾ ഈ എപ്പിസോഡിൽ ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് മോളെയാണ്. വാ, കൈയടി, നല്ലൊരു കൈയ്യടി കൊടുക്കാം. വാ, മോളുടെ പേര് പറഞ്ഞേ. റിയാന. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്സിൽ. ഓക്കെ, നല്ലൊരു കൈയ്യടി കൊടുക്കാമോ? സൂപ്പർ, പോയിരുന്നുണ്ടോ? പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ അഗസ്തീനോസിനെ കുറിച്ച് നിങ്ങൾ എല്ലാം കേട്ടില്ലേ? വിശുദ്ധിനെ കുറിച്ച് പഠിച്ചില്ലേ? വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു കൊച്ചു കാര്യം ചേട്ടൻ പറയാം, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വിശുദ്ധ അഗസ്തീനോസ് പാപം ചെയ്ത് ഇത്തിരി ലോകത്തിൻ്റെ സുഖങ്ങളിലൊക്കെ മുഴുകി ജീവിച്ചു. വിവാഹം കൂദാശപരമല്ലാതെ വിവാഹം കഴിക്കുകയും അതിലൊരു കുഞ്ഞുണ്ടാവുകയും ചെയ്തു. അത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ച ഒരാളായിരുന്നു അഗസ്തീനോസ്. പക്ഷേ മാനസാന്തരത്തിന് ശേഷം ഈ പഴയ പ്രണയിനി വന്നിട്ട് അഗസ്തീനോസിനെ വിളിച്ചു, അഗസ്തീനോസ് വാ, നമുക്ക് വീണ്ടും ലോകത്തിൻ്റെതായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അഗസ്തീനോസ് എന്താ ചെയ്തെന്നറിയാമോ? നിഷ്പ്രയാസം അവളുടെ പ്രലോഭനത്തെ മാറ്റി. അഗസ്തീനോസ് പുണ്യാൾ ഇങ്ങനെ പറഞ്ഞു, പഴയ അഗസ്റ്റിൻ മരിച്ചു, ഇത് പുതിയ അഗസ്റ്റിനാണ്, ക്രിസ്തുവിൽ പുതിയ അഗസ്റ്റിനാണിത്. അങ്ങനെ പറഞ്ഞ് ആ പാപത്തിൻ്റെ പ്രേരണകളെ യേശുവിൻ്റെ നാമത്തിൽ തോൽപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് അഗസ്തീനോസ്. എപ്പിസോഡ് ബൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി സ്വർഗത്തിൽ വന്നിട്ട്? ഹാപ്പിയാണോ? ആർ യു റെഡി? ആർ യു ഹാപ്പി? പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾ കുഞ്ഞുങ്ങൾ, ഈ മാലാഖ കുട്ടികൾ ഒരു ബിഗ് താങ്ക്സ് തരാൻ പറയുകയാണ്. ഇതുപോലെ ഈ രസക്കാഴ്ചയോട് കൂടെ നിങ്ങൾ ആനന്ദിച്ചു, നിങ്ങൾ സന്തോഷിച്ചു, എല്ലാത്തിലും ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരു ബിഗ് ക്ലാപ്പ് കൊടുത്തേ മക്കളെ. ഓക്കെ, മാലാഖക്കൂട്ടം.com ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.